ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? ഞാനും കുറച്ച് സുഖത്തിലിരിക്കുന്നുണ്ട്. ഇപ്പോൾ മണ്ടയിലിങ്ങനെ ആ ഇലക്ഷൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ വലിയൊരു നമസ്കാരം. ഇനിയും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബ് കുറവാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ, നമ്മളുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, പീഡനങ്ങൾ എല്ലാം നടക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് നമ്മളുടെ നിയമത്തിനെ പേടിയില്ലാത്തത് കൊണ്ടാണ് നടക്കുന്നത്. ഈ ഭരണത്തിൽ നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാർ ആണ് വീണ്ടും വരുന്നതെങ്കിൽ നമ്മളിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന ഇതും കേരളം, തമിഴ്നാട് എവിടെയാണെങ്കിലും ലാസ്റ്റ് അത് മണിപ്പൂർ പോലെ ആകാൻ ഒരു സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് ഈ ലോകത്തിൽ നിന്ന് വരുമ്പോഴും ഒന്നും കൊണ്ടുവരുന്നില്ല, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോഴെന്തിനാണ് ഈ ജാതിഭേദം പറഞ്ഞ് തല്ലും അടിയും വഴക്കും വെട്ടും കുത്തും കൊല്ലലും, പാർട്ടി പറഞ്ഞ് കൊല്ലലും ജാതി പറഞ്ഞ് കൊല്ലലും എല്ലാം നടക്കുന്നു? എന്തിനാണ് ജനങ്ങളെ നിമിഷ നേരം കൊണ്ട് നമ്മൾ ഇല്ലാതാകുന്ന ഈ കാലഘട്ടത്തിൽ? നിമിഷ നേരം, ഒരു മനുഷ്യൻ്റെ ജീവൻ പോകാൻ വലിയ നേരമൊന്നും വേണ്ട. നിമിഷ നേരം കൊണ്ട് പോകുന്ന ഈ ജീവന് എന്തിനാണ് പാർട്ടിൻ്റെ പേരും പറഞ്ഞ് ജാതിയുടെ പേരും പറഞ്ഞ് തല്ലുവടിയും കൂടി ജീവിക്കുന്നത്? എന്നിട്ട് നമ്മൾ എന്തെങ്കിലും നേടി നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടോ? ജാതിൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും പാർട്ടിൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും എല്ലാം നേടി ആ മുതലും കൊണ്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ശരിയാണ് എന്ന് പറയാം. ഇത് നമ്മളുടെ ജീവൻ പോയി കഴിഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ ചിലപ്പോൾ എടുത്തു വെച്ച് ആൾക്കാർ കരഞ്ഞിട്ടിരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നതല്ല. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് വന്ന് കണ്ടു, അടുത്തത് അവർ നാറുമോ ഇല്ലെങ്കിൽ നാറ്റോ അടിക്കുമോ എന്ന് പറഞ്ഞ് അതിനെ കൊണ്ടുപോയി കത്തിച്ച് കളയുന്നു, ഇല്ലെങ്കിൽ കുഴിച്ചിടുന്നു. ഈ ഒരു അവസ്ഥ അതെന്തുകൊണ്ടാണ് ഈ മനുഷ്യജന്മത്തിൽ ജനിച്ച മനുഷ്യർ ചിന്തിക്കാത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ദയവേത് എല്ലാവരും ഷെയർ ചെയ്യണം. എല്ലാവരും എനിക്ക് കമൻറ്റുകൾ എഴുതി അറിയിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിൻ്റെ മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മളുടെ മുന്നിൽ എപ്പോഴുമുണ്ട്. അല്ലാതെ കുറേ പണമുണ്ടാക്കി, കുറേ മുതലുണ്ടാക്കി, കോടിക്കണക്കിന് രൂപ ചിലവാക്കി വലിയ വീടുണ്ടാക്കി അതെല്ലാം കെട്ടിപ്പിടിച്ച് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അതൊന്നും നമ്മൾ പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തെ മനുഷ്യർ ഇങ്ങനെ അഹങ്കരിക്കില്ല. അത് നേതാക്കളായാലും ശരി, പാർട്ടിയിലുള്ളവരായാലും ശരി, ജാതിയിലുള്ളവരായാലും ശരി, ആരായാലും ശരി. വലിയ ജാതി, ചെറിയ ജാതി, നിങ്ങളുടെ ജാതി, ഞങ്ങളുടെ ജാതി എന്ന് പറഞ്ഞ് ഈ ഇരിക്കുന്നവരാരും മരിച്ചിട്ട് പോകുമ്പോൾ ഈ ജാതി പിടിച്ച് നടന്ന ആൾക്കാരെയും ഒരേപോലെ തന്നെയാണ്. ഈ ജാതി ഇല്ലാതെ ജീവിച്ചവരും ഒരുപോലെയാണ്. ഏത് പാർട്ടിയാണ് ഇങ്ങനെ ചെയ്തത് അവരും അങ്ങനെ തന്നെയാണ് പോണ്. ഏത് ദുഷ്ടതരത്തിൽ ഇരുന്ന് പാർട്ടിയിൽ ഭരിച്ച ആൾക്കാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് പോണ്. ഒരു നിമിഷ നേരം കൊണ്ട് നമ്മുടെ ഈ ഹൃദയം ഒന്ന് നിന്ന് കഴിഞ്ഞാൽ അവസാനം അതൊരു മണ്ണിൻ്റെ അടിയിൽ അലിഞ്ഞു ചേർന്ന് നമ്മളെ പുഴുക്കൾ തിന്നുന്നു, ഇല്ലെങ്കിൽ നമ്മളെ കത്തിച്ച് കളയുന്നു. ആ ഭസ്മം കൊണ്ടുപോയി ഏതെങ്കിലും വെള്ളത്തിൽ കൊണ്ടുപോയി കലക്കി വിടുന്നു. ഇതാണ് നടന്നു വരുന്നത്. അതൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു 10 രൂപയാണ് കിട്ടുന്നെങ്കിൽ 1 രൂപയെങ്കിലും ആർക്കെങ്കിലും ഇല്ലാത്തവർക്ക് അതിന് കൊടുത്ത്, അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുത്ത് സന്തോഷമായിട്ട് അവരും ജീവിക്കട്ടെ. നമ്മൾ ആ പൈസയും ബാക്കിയുള്ള പൈസയും കൊണ്ട് നമ്മളും സമാധാനത്തോടു കൂടി ജീവിക്കുന്നു. എനിക്ക് എപ്പോഴും ഈ ഓസ്ട്രേലിയ, ആഫ്രിക്കയിലുള്ള ആ കുഞ്ഞുങ്ങളെ കാണുമ്പോഴും ആ രാജ്യത്തെ ദാരിദ്ര്യം കാണുമ്പോഴും ഒരുപാട് സങ്കടങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ജാതി പറയുന്നു, ദൈവത്തിന് പറയുന്നു, അല്ലെങ്കിൽ പാർട്ടി പറയുന്നു. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടും ചില ഭാഗങ്ങളിൽ ഇന്നും ഭക്ഷണം കിട്ടാതെയും വസ്ത്രം കിട്ടാതെയും എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്നുണ്ട്.
കോരം 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 പ്രസംഗിക്കുന്നു. ഞാൻ ഭരിച്ചാൽ ഇന്നവർ പട്ടിണി കിടക്കില്ല, ഞാൻ ഭരിച്ചാൽ പട്ടിണി മാറും, ഇങ്ങനെ ചെയ്യും അങ്ങനെ. ഇന്നും നമ്മുടെ ഇന്ത്യയിൽ എത്രയോ ഭക്ഷണം കിട്ടാതെ ജനങ്ങളും വസ്ത്രം കിട്ടാതെ ജനങ്ങളും കിടന്ന് ഇതാവുന്നു. പണം ഉണ്ടാക്കുന്നവർ പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിലൊരു വേറൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഒരുപാട് അച്ഛനമ്മമാർ കരയുന്നു, മക്കൾ ഉപേക്ഷിക്കുന്നു. ഈ മക്കൾ എന്തുകൊണ്ടാണ് അത് ചിന്തിക്കാത്തത്? മനുഷ്യരെന്തുകൊണ്ടാണ് ജാതിയെക്കുറിച്ചും പാർട്ടിനെക്കുറിച്ചും ഞങ്ങൾ വയസ്സാകില്ല എന്ന് ചിന്തിച്ചിട്ടും ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു 50 വയസ്സെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് മാറിപ്പോകും, നമ്മുടെ സ്കിന്നുകൾ ചുങ്ങിപ്പോകും, നമ്മുടെ സൗന്ദര്യം പോകും. ഈ സൗന്ദര്യം, ഈ കളറ് എന്ന് പറയുന്നതൊന്നും ഈ ലോകത്തിൽ ഒന്നും ഒരു ശാശ്വതമല്ല. നമ്മളുടെ കൂടെ എന്നും ഉള്ളത് മക്കളില്ല, ഭർത്താവില്ല, സ്വന്തക്കാരില്ല, ബന്ധുക്കാരില്ല, നമ്മുടെ മരണം മാത്രമാണ് നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ കൂടെ ജനിക്കുന്നത് ഒന്നുകൂടിയാണ് നമ്മളുടെ മരണം. അത് മനസ്സിലാക്കിയാൽ ജനങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാം. കിട്ടുന്നതിൽ ഒരു ഓഹരി പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അതൊക്കെ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് കൊണ്ടുപോകാൻ അത് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് അവർ മരിച്ചു, അതെന്ത് നല്ലവരായിരുന്നു, അവരെല്ലാവർക്കും ഒരു സഹായം ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. അല്ലാതെ മരിച്ചു പോകുമ്പോൾ അവൻ മരിച്ചത് നന്നായി, ഈ ലോകത്തിൽ അവൻ ഏറ്റവും വലിയ ഒരു ദുഷ്ടനായിരുന്നു എന്ന് പറയിപ്പിക്കാതെ മനുഷ്യർ നല്ല രീതിയിൽ ചിന്തിച്ച് നല്ലത് 10 രൂപ കിട്ടുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുക, നന്നായിട്ട് ജീവിക്കാൻ നോക്കുക. അത് മാത്രമേ ഈ ലോകത്തിൽ നമ്മൾക്ക് ചെയ്യാൻ ഉള്ളൂ. അല്ലാതെ കുറേ പണത്തിന് കെട്ടിപ്പിടിച്ച് കിടന്നതുകൊണ്ടോ സ്വർണം കെട്ടിപ്പിടിച്ച് കിടന്നതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇന്നത് പറയുന്നത്. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ശാന്തകുമാരി, കുവൈറ്റാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുക. ഓക്കെ, ബൈ.